നമസ്കാരം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലായിട്ട് മാറേണ്ട ദേശീയപാത വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തുറന്ന പോരിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായിട്ട് നിർവഹിക്കേണ്ട ചടങ്ങിന് തൊട്ടുമുൻപ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന റോഡ് ഷോയും സമാന്തര പരിപാടികളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ പൂർണ്ണമായിട്ടും ഫണ്ട് അനുവദിച്ച് നടപ്പിലാക്കുന്ന ഒരു ദേശീയ പദ്ധതിയുടെ ഉദ്ഘാടന അധികാരം അത് സ്വാഭാവികമായും ഡൽഹിയിൽ നിന്നുമാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇതിൽ സംസ്ഥാന മന്ത്രിയുടെ പേര് ഉൾപ്പെടുത്തിയില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നത്. ഭരണപക്ഷത്തിൻ്റെ ഈ നീക്കം ഒരു രാഷ്ട്രീയ നാടകമാണെന്നും വികസന പദ്ധതികളെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുകയാണെന്നുമാണ് ഉയരുന്ന പ്രധാന വിമർശനം. വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായ കോഴിക്കോട് വെങ്ങളം രാമനാട്ടുകര റീച്ചിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തത്തോടെ നടന്ന റോഡ് ഷോ ഇതിനോടകം തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിനേക്കാൾ ഗൗരവകരമായിട്ടുള്ള മറ്റൊരു നീക്കം കാസർഗോഡ് ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പുതുമ MLA CH കുഞ്ഞമ്പൂവിൻ്റെ നേതൃത്വത്തിൽ ദേശീയപാതയുടെ 1ാം റീച്ചിൻ്റെ ഉദ്ഘാടനം സമാന്തരമായി നിർവഹിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള പ്രോട്ടോകോൾ ലംഘനമാണെന്ന ആരോപണം ശക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വിമാനമിറങ്ങുന്നതിന് തൊട്ടു മുൻപ് നടന്ന ഈ ബദൽ ഉദ്ഘാടനം അത് കേന്ദ്ര സർക്കാരിനെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നു. ഒരു സംസ്ഥാനത്ത് ജനപ്രതിനിധി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന രീതിയിൽ പെരുമാറിയത് വരും ദിവസങ്ങളിൽ വലിയ നിയമ നടപടികളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ പ്രതിഷേധ പരിപാടികളെ മുൻകാല രാഷ്ട്രീയ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഭരണപക്ഷത്തിന് നേരെ ഇരട്ടത്താപ്പ് ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊച്ചി മെട്രോ പോലുള്ള ബൃഹത്തായ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതിൻ്റെ ക്രെഡിറ്റിൽ നിന്ന് അദ്ദേഹത്തെ ബോധപൂർവ്വം മാറ്റി നിർത്തിയ ചരിത്രം ഇവിടുത്തെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ മറന്നിട്ടില്ല. അന്ന് വികസനത്തിൻ്റെ ക്രെഡിറ്റ് രാഷ്ട്രീയമായി തട്ടിയെടുക്കാൻ ശ്രമിച്ചവർ ഇന്ന് തങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രാധാന്യം ലഭിച്ചില്ല എന്ന് വിലപിക്കുന്നത് വൈരുദ്ധ്യമാണെന്ന് വിമർശകർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാറ്റി നിർത്തിയപ്പോൾ അതിനെ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ സ്വന്തം കാര്യത്തിൽ നീതി തേടി തെരുവിലിറങ്ങുന്നത് രാഷ്ട്രീയ വിരോധാഭാസമാണെന്നും ഇവർ വാദിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും വിട്ടുനിന്നത് ഭരണപരമായിട്ടുള്ള മര്യാദകളുടെ ലംഘനമാണെന്ന അഭിപ്രായവും ഇവിടെ ശക്തമാണ്. കുടുംബപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന സംശയം പോലും പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. മരുമകനായ മന്ത്രിയെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയും പോകേണ്ടതില്ലെന്ന തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ടത് ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ല. കേന്ദ്രം കാണിച്ച നിലപാട് തെറ്റാണെന്ന് വാദിക്കുമ്പോൾ പോലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഔദ്യോഗിക വേദിയിൽ സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാന്നിധ്യം അറിയിക്കേണ്ടതായിരുന്നു. ഇതിന് വിപരീതമായി സമാന്തര ഉദ്ഘാടനങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രീയ പോരാട്ടം കേവലം ഒരു ഉദ്ഘാടന തർക്കത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നാണ് നിലവിലെ സൂചനകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, CBI എന്നിവയുടെ നിരീക്ഷണത്തിലുള്ള വിവിധ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു തുറന്ന ഏറ്റുമുട്ടൽ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായേക്കാം. മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും പേര് പരാമർശിക്കപ്പെടുന്ന പല സാമ്പത്തിക ഇടപാടുകളിലും കേന്ദ്ര ഏജൻസികൾ നിലവിൽ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങൾ വഷളാകുന്നതോടെ ഈ കേസുകളിൽ പുനരന്വേഷണമോ കടുത്ത നടപടികളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ തെളിവുകൾ ശേഖരിച്ചിട്ടുള്ള അന്വേഷണ ഏജൻസികൾ കേന്ദ്ര സർക്കാരിൻ്റെ പച്ചക്കൊടി ലഭിച്ചാൽ ഉടൻ നടപടികളിലേക്ക് കടന്നേക്കാം. ചുരുക്കത്തിൽ ദേശീയപാത വികസനം എന്ന നാടിൻ്റെ സ്വപ്ന പദ്ധതി ഇപ്പോൾ രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. വികസനത്തിൻ്റെ പേരിൽ ക്രെഡിറ്റ് യുദ്ധം നടത്തുമ്പോൾ അത് ഫെഡറൽ സംവിധാനത്തിൻ്റെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാത യാഥാർത്ഥ്യമാകുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് ശക്തിപ്പെടുത്തുമെന്നിരിക്കെ അതിനെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് തിരിച്ചടിയാകും. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയപാത പദ്ധതി ഗുണത്തേക്കാളേറെ രാഷ്ട്രീയമായ വെല്ലുവിളികളും ദോഷഫലങ്ങളും സമ്മാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. വരും ദിവസങ്ങളിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ പര്യാപ്തമായേക്കാം.